കോഴിക്കോട് കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സമരത്തിനിടെ കുഴഞ്ഞു വീണു. CPM പ്രതിനിധികളും ഹരിതകർമ്മസേന പ്രവർത്തകരും സുജാതയെ വഴിയിൽ തടഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഹരിതകർമ്മസേനയിൽ പുതിയ ഡ്രൈവറെ നിയമിച്ചതിൽ 11 ദിവസമായി CPMന്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. സാജിദ അജ്മൽ ചേരുന്നുണ്ട്. സാജിദ, ഈ സമരക്കാരുടെ അടുത്തേക്ക് വന്നപ്പോഴാണോ ഈ സംഭവം ഉണ്ടായത്? ഭദ്ര, കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുജാതയാണ് കുഴഞ്ഞ് വീണത്. ഇവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഈ ഹരിതകർമ്മ സേന അംഗങ്ങളും അതോടൊപ്പം തന്നെ അവിടെയുള്ള CPMന്റെ മെമ്പർമാരും ചേർന്ന് ഇവരെ തടയുകയായിരുന്നു. തുടർന്ന് ഈ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടെ ഈ സുജാത എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കുഴഞ്ഞു വീണു. അവരെ ആദ്യം സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഈ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർമാർ പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ 11 ദിവസമായി അവിടെ സമരം നടക്കുന്നുണ്ട്. ഇതിന് ഒരു കാരണം ഈ ഹരിതകർമ്മ സേനയ്ക്ക് ഉള്ള വാഹനത്തിൽ വിപിൻ എന്ന ഒരു CPM പ്രവർത്തകനായിരുന്നു ഡ്രൈവറായി ഉണ്ടായിരുന്നത്. അയാളുടെ കാലാവധി കഴിഞ്ഞതോടുകൂടി പിന്നീട് ഈ ഒരു വനിതാ ഡ്രൈവറെ, റന്യ എന്ന വനിതാ ഡ്രൈവറെ നിയമിച്ചു. അത് ഈ പഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്നത് ഈ എല്ലാവിധ ടെസ്റ്റുകളും ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം വന്ന് പരിശോധിച്ചിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് ഡ്രൈവറായി നിയമനം നൽകിയത്. എന്നാൽ ഈ റന്നയ്ക്കൊപ്പം തങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്നും റന്നയ്ക്ക് ഈ ഡ്രൈവിംഗ് അറിയില്ലെന്നും പറഞ്ഞ് ഈ CPMഉം ഹരിതകർമ്മ സേനാ അംഗങ്ങളും ഇവരെ പുറത്താക്കണം, ഇവരുടെ കൂടെ പോകാൻ കഴിയില്ലെന്നൊരു നിലപാടെടുത്തതോടുകൂടിയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അവിടെ പ്രശ്നം നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കുഴഞ്ഞ് വീണിരിക്കുന്നത്. 64 വർഷമായി LDF മാത്രം ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ്. ഇത്തവണ 10 മെമ്പർമാർ UDFനും 10 മെമ്പർമാർ LDFനുമാണ്. നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം UDFന് ലഭിക്കുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനം LDFന് ലഭിക്കുകയും ചെയ്തു. എന്തായാലും ഇവരുടെ ആരോഗ്യനില ഡോക്ടർമാർ പരിശോധിച്ചു വരികയാണ്.